ഹായ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ എൻ്റെ ഇൻഡോറിലുള്ള എൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ അകത്ത് 3 സ്പേസ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കാണാം. അതിൻ്റെ അകത്ത് മീലി ബഗ്സ് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ എഗ്ലോണിമ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അകത്താണ് ഞാനിത് കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ഒരു പ്രശ്നം എനിക്ക് ഈ ഒരു ചെടിക്ക് ഉണ്ടായിരുന്നു. അത് മൊത്തമായിട്ട് എൻ്റെ ചെടീനെ നശിപ്പിച്ചു, അത് മൊത്തം പോയിട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ സക്സസ്ഫുള്ളായി ഞാൻ അതിനെ എങ്ങനെ മൊത്തമായിട്ട് തുരത്തി എന്നുള്ള ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് ഞാൻ കാണിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ എന്തായാലും ഇത് ക്ഷമയോട് കൂടിയിട്ട് കാണാം. ഞാൻ നല്ല ക്ഷമയോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ഈ ടൈനി ലിറ്റിൽ ഇൻസെക്ട്സിനെ തുരത്താനുള്ള ഏറ്റവും എളുപ്പ വഴി. അത്യാവശ്യം നമ്മൾ ഒന്ന് ക്ഷമ പാലിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെടികളെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. മീലി ബഗ്സ് അല്ലെങ്കിൽ മീലി മൂട്ട എന്ന് പറയുന്ന ഈ ഒരു ഇൻസെക്റ്റിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് സ്യൂഡോക്കോസീഡിയ എന്നുള്ള ഫാമിലിയിലാണ് ഇത് വരുന്നുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇതിനെ സൂം ചെയ്തിട്ട് അതിൻ്റെ കൊമ്പും പിന്നെ അത് നീങ്ങുന്നതും, അതായത് ഈ മരുന്ന് അടിക്കുമ്പം അത് നീങ്ങുന്നതൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ പറയുന്നത് ഈ പ്ലാന്റ് ഞാൻ കുറച്ച് ദിവസം പുറത്തായിരുന്നു വെച്ചത്. അപ്പോൾ പുറത്തുനിന്നാണ് ഇത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ചെമ്പരത്തിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം, പക്ഷേ അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ അടിയിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നായിരിക്കണം ഇതിലേക്ക് വന്നത്. പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് സ്പോട്ടോ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഞാൻ ഉള്ളിലേക്കെല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വെള്ള പാടുകൾ കണ്ടത്. അപ്പോൾ സത്യം പറയാൻ നമ്മൾ വിചാരിക്കും അത് ഫംഗസ് എന്തോ ആണെന്നേ വിചാരിക്കുള്ളൂ. പക്ഷേ സെക്കൻഡ് ഡേ നോക്കുമ്പം അതിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള പ്ലാന്റിന് ഓരോരോ സ്പോട്ട്സ് കണ്ടു. അപ്പോഴാണ് ഞാൻ ഇതിനെ സൂം ചെയ്ത് സൂക്ഷ്മമായിട്ട് നോക്കുന്നത്. അപ്പോഴാണ് ഇത് മീലി ബഗ്സ് ആണ് മൊത്തമായിട്ട്. ഇപ്പോഴാണ് ശരിക്കും ഈ ഒരു ജീവിനെ ഞാൻ അത്രയും കീനായിട്ട് നോക്കി കാണുന്നത്. അപ്പം ശരിക്കും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ വന്നേച്ചാൽ ശരിക്കും ഒരു തുണി എടുത്തിട്ടൊക്കെ വൈപ്പ് ഓഫ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഈ ചെടികളുടെ ലീഫിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, അതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ സ്പോട്ട്സ്. അപ്പം അത്രയും അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് പിന്നെ അത് പുറത്തേക്ക് അത് വരിക. അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യമേ അത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചെടീനെ മൊത്തം അത് കേടാക്കും. അപ്പം ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് അത് ചെടികളെ കൊല്ലുക. പക്ഷേ നമ്മൾ ആദ്യമേ അതിനെ കണ്ടുപിടിച്ച് അതിനെ കറക്റ്റായിട്ടുള്ള മെഷേഴ്സ് നമ്മൾ അതിനെ പോക്കാൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കിതിനെ തുരത്തി ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങളുടെ ചെടികളിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോട്ട്സിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റും. അവിടെ തന്നെ വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ ചെടികളെയും ഇത് ബാധിക്കുന്നുള്ള 100% ഉറപ്പാണ്. അധികം നമുക്ക് ഈ ഇൻഡോർ ഗ്രീൻ ഹൗസ് പ്ലാന്റ്സിനാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അതായത് ഈ പ്ലാന്റിൻ്റെ ജ്യൂസ് കുടിക്കാൻ, അതായത് ഇലേൻ്റെ മേലുള്ള ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് വരിക. എന്നിട്ട് അതിൻ്റെ മേലെ അതിങ്ങനെ ഫീഡ് ചെയ്യും. പുതിയ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ മീലി ബഗ്സിനെ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ സ്ഥിരം പരിപാടി. ഇപ്പം നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇത് മൊത്തം അടിയിലൊക്കെ ആണെങ്കിൽ ഇലേൻ്റെ മേലേക്ക് വന്ന് നിൽക്കണ കാണാം. ഇപ്പം എൻ്റെ ഈ ഒരു ഇൻഡോറിൻ്റെ അകത്ത് നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അത് കാരണമായിരിക്കും എനിക്കിത് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. എന്താ വെച്ചാൽ എല്ലാം കൂടി ഇലേൻ്റെ മേലെ കയറി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് പെട്ടെന്ന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു വൈറ്റ് കളറാണ്, വളരെ ചെറുതാണ്, ഒരു കോട്ടണി നെസ്റ്റ് പോലെയാണ് അത് ഉണ്ടാക്കുക. അതിൻ്റെ അകത്താണ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈവൺ അത് റൂട്ട്സിനെയും ഉള്ളിൽ എഫക്റ്റ് ചെയ്യും. ഇപ്പം ഇങ്ങനത്തെ പ്ലാന്റ്സിനൊന്നും നമുക്ക് പെട്ടെന്ന് പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നമുക്ക് തോന്നില്ല. അപ്പം നമ്മൾ ഞാൻ പറയുന്ന ഒരു മെഷർ തന്നെ എടുത്ത് നോക്കുന്നതാണ് നല്ലത്. മറ്റുള്ള ഇങ്ങനെ ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ എഫക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഒഴിവാക്കി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് ട്രിം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതാകും കുറച്ചും കൂടി ഹെൽപ്ഫുള്ള്. പിന്നെ വേറെ ഒരു കാരണം, ചിലപ്പം കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫെർട്ടിലൈസേഷൻ കൊടുത്താലും ചിലപ്പം ഇത് വരും. അതായത് ഈ NPKs ഒക്കെ കൂടുതൽ നമ്മൾ അടിച്ചു കൊടുത്താൽ അതിനകത്തുള്ള നൈട്രജൻ കണ്ടൻറ്റിനെ ഈ ഒരു മീലി ബഗിനെ പ്ലാന്റിലേക്ക് അട്രാക്ട് ചെയ്യും. ഇൻഡോറായിട്ട് വെക്കുന്ന ചില പ്ലാന്റ്സിന് നമുക്ക് ചിലപ്പം ലീവ്സൊക്കെ ഇങ്ങനെ മഞ്ഞ കളറാവാനും അതുപോലെ തന്നെ ആ ലീവ്സ് കൊഴിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഈ ഒരു ജീവി അതിൽ ഇൻഫെക്റ്റഡ് ഈ ബഗ്, അതായത് മീലി മൂട്ട പറഞ്ഞ ഈ ഒരു ബഗ് ഇതിൻ്റെ അകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാകണം. വളരെയധികം സാമർഥ്യമുള്ള ഒരു ജീവിയാണ് ഈ ഒരു മീലി ബഗ്സ്. അതായത് അവർ ഒളിച്ചിരിക്കും, ഈ ചെറിയ സ്റ്റെമ്മിൻ്റെ ഉള്ളിലൊക്കെ കയറി ഒളിച്ചിരുന്നിട്ട് പിന്നെ പെട്ടെന്നായിരിക്കും പുറത്ത് വന്നിട്ട് മൊത്തമായിട്ട് അറ്റാക്ക് ചെയ്യുക. വളരെ ടഫാണ്, പക്ഷേ ഇമ്പോസിബിളും അല്ല. നമുക്ക് പെട്ടെന്ന് അതിനെ ക്ലിയർ ചെയ്യാം. ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റും.
ഇപ്പം നിങ്ങൾക്ക് തന്നെ അതിനെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത്രയും മൈന്യൂട്ടാണ്. ഇത് കണ്ടില്ലേ, ഇത് ഇലകളുടെ മേലെ വരും, ഇലകളുടെ വെയിനിൻ്റെ ഉള്ളിലായിട്ട് വരും, പിന്നെ ഈ ലീഫുകളുടെ ജോയിൻറ്റിൻ്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ ഞാൻ കണ്ടോ, ഞാൻ അത്രയും സൂക്ഷ്മമായിട്ട് സൂം ചെയ്തിട്ടൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. തൊപ്പകൾ കണ്ടില്ല, കൊമ്പുകളും അതിൻ്റെ രണ്ട് ടെയിൽസും കണ്ടില്ല. അത് നമ്മൾ ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ഇളകുന്നത് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെ മരുന്നെന്ന് പറയുകയാണെങ്കിൽ ഒന്നുമില്ല, 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ വെള്ളത്തിലേക്ക് വളരെ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുക. സോപ്പായാലും സോപ്പ് പൊടി ആയാലും വളരെ മൈൽഡായിട്ടുള്ള, സ്ട്രോങ് വേണ്ട കേട്ടോ. സ്ട്രോങ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ലീവ്സൊക്കെ ചിലപ്പം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് പൗഡറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റർജൻറ്റോ ഹാൻഡ് വാഷ് ആയാലും കുഴപ്പമില്ല, സോപ്പ് പൗഡർ 1 സ്പൂണ് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാടൊന്നും എടുക്കേണ്ട, 1 സ്പൂണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ലീഫിൻ്റെ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലീഫിൻ്റെ മേലെ അടിച്ചു നോക്കുക. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മൾ വേപ്പെണ്ണയാണ്, നീം ഓയിൽ. അത് നമുക്ക് ഈ മരുന്ന് കടയിലൊക്കെ കിട്ടും, അത് ലൂസായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിനത്ര വിലയൊന്നും വരില്ല കേട്ടോ. അതും 1 സ്പൂണ് ഇട്ടിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ലീവ്സിൻ്റെ മേലെയും എല്ലാതെയും നമ്മൾ അടിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ലീവ്സ് ഇൻഫെക്റ്റ് ചെയ്തിട്ടില്ല വിചാരിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ മേലേക്കും ഇത് വരും. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഫസ്റ്റത്തെ ദിവസം അടിക്കുക. ഏകദേശം 10 ആഴ്ചയാണ് ഈ ഒരു മീലി ബഗിൻ്റെ ഫുള്ള് ഗ്രോത്ത്, അതായത് ഫുൾ ലൈഫ് സൈക്കിൾ പറയുന്നത്. 1 ആഴ്ച 2 ആഴ്ച കൂടുമ്പോൾ തന്നെ ഇത് മുട്ട ഇട്ടിട്ട് വീണ്ടും ഡബിളായിട്ട് മുട്ട ഇടാൻ തുടങ്ങും. അപ്പോൾ അതാണ് അത് പെട്ടെന്ന് ഗ്രോ ചെയ്തിട്ട് മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ വെക്കുന്നത്. ഏകദേശം 9 ആഴ്ച കഴിയുമ്പോഴാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു മീലി ബഗായിട്ട് മാറുന്നത്. അപ്പോൾ അതായത് നമ്മളെ ചെടീനെ ഇത് ആദ്യമേ ബാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല മീലി ബഗിനെ. അത്രയും ആഴ്ചകൾ കഴിഞ്ഞു ഇതിൻ്റെ മേലെ എഫക്റ്റ് ചെയ്തിട്ട്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇത്രയും സമയം എടുത്തു. അതാണ് ഞാൻ പറയണേ, നമ്മൾ ആ എഫക്റ്റ് ചെയ്ത പ്ലാന്റിന് ലീഫിന് മാത്രമല്ല അടിച്ചു കൊടുക്കേണ്ടത്, ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ലൈറ്റ് മൈൽഡായിട്ടാണല്ലോ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ലീഫിൻ്റെ മേലെ ട്രൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് നോക്കുക എന്താ സംഭവിക്കണമെന്ന്. എന്നിട്ട് നമ്മൾ ഗ്രാജുവലായിട്ട് പിന്നെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ലീവ് ചെയ്യുക. നെക്സ്റ്റ് ഡേ നമ്മൾ നല്ലോണം പച്ചവെള്ളത്തിൽ അല്ലെങ്കിൽ മഴയത്ത് വെച്ചാലും മതി. അതായത് മഴയത്ത് ഫുൾ ടൈം വെക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് അതിനെ ക്ലിയർ ഓഫ് ചെയ്യുക. അതായത് ഈ സോപ്പിൻ്റെ വെള്ളം ഈ നീം ഓയിലും ഉണ്ടല്ലോ, അതിനൊന്ന് ക്ലീൻ ചെയ്ത് കളയുക. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ എല്ലാ ചെടികൾക്കും നമുക്ക് എഫക്റ്റ് ചെയ്ത എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ലീവ് ഓഫ് ചെയ്യുക ആ ദിവസം മുഴുവൻ. എന്നിട്ട് നെക്സ്റ്റ് ഡേ നമുക്ക് അതിനെ ഒന്ന് പുറത്ത് വെച്ച് നന്നായിട്ട് സാധാരണ പച്ചവെള്ളത്തിലൊന്ന് അടിച്ച് കഴുകി കഴിഞ്ഞ് ഒന്ന് വെയിലത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ല, എല്ലാത്തിൻ്റെയും മേലെ, എല്ലാ ലീഫിൻ്റെ മേലെ അടിച്ചോളൂ. കണ്ടില്ല, ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു കേട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പം ഇത് ആദ്യമേ ഇതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാകണം. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസമായി അതിനെങ്ങനെ ശ്രദ്ധിക്കുന്നത്. അപ്പം ചിലപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് പുറത്തുനിന്ന് വെച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കണം. പക്ഷെ അതല്ല, ഇതിൻ്റെ അടിയിലൊക്കെ ഈ ജീവികളുണ്ട്. അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഈ ഒരു സൊല്യൂഷൻ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ ശരിക്കും കാണാൻ പറ്റും, അതിൻ്റെ വെള്ള തൊപ്പകളും ആ ടെയിൽസൊക്കെ അത് ഇളക്കുന്നത്. അതായത് അതിന് ഒരു മരുന്ന് അതിൻ്റെ മേലെ വന്നപ്പം ഉള്ളൊരു പ്രശ്നമാണ്, അത് റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്, ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പെട്ടെന്നൊന്നും അത് പോവില്ല കേട്ടോ. നല്ല അത്യാവശ്യം ക്ഷമയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വെള്ളം അടിച്ചിട്ടും അത് നീങ്ങുന്നില്ല. അത്രയും സ്ട്രോങ് ആണ് ആള് ചില്ലറക്കാരനല്ല. അപ്പം നമ്മൾ ഇത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെടികളിലൊക്കെ മേലെ ഇത് കേടായി പോകുമെന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവമല്ലേ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് മൂവ് ചെയ്യണത്. അതായത് ഏകദേശം ഒരു 9 ആഴ്ച കഴിയുമ്പോൾ മെച്യൂറായി ഒരു അഡൾട്ടായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പോപ്പുലേഷൻ വളരെയധികം പെട്ടെന്ന് ഈസി ആയിട്ട് അത് ഗ്രോ ചെയ്യാൻ, വളരെ ക്വിക്കായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അത് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ചെറുതായിട്ട് പിന്നെ ഈ പോപ്പുലേഷൻ കൂടുന്നത്, അതായത് ഇത് മൊത്തമായിട്ട് പരക്കുന്നത് ശരിക്കും നമ്മൾ നോട്ടീസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. മിക്കവാറും ആൾക്കാർ ശരിക്കും ഈ ഒരു മീലി ബഗ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസ്കവർ ചെയ്ത് വരുന്ന കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഗ്രോത്ത്, ഇതിൻ്റെ പോപ്പുലേഷൻ മൊത്തമായിട്ട് എക്സ്പ്ലോഡഡ് ആയിട്ട് അങ്ങേ അറ്റത്തെത്തി കഴിഞ്ഞിട്ടുണ്ടാവും. ചെടികളെടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലപ്പം കാണാൻ ഇത് മൊത്തമായിട്ട് അങ്ങോട്ട് പരന്ന് പിടിച്ച് മൊത്തമായിട്ട് വരുന്നത് ഒരു വെള്ള പൂപ്പൽ പോലെയാണ് നമ്മൾ കാണുക. അപ്പം നമ്മൾ വിചാരിക്കും അത് പൂപ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ബാധകളാണോ എന്നുള്ളൊരു ഇതിൽ നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ഔട്ട് ചെയ്യും. ശരിക്കും അങ്ങനെ ചെയ്യരുത്. നമുക്ക് പ്ലാന്റ്സിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരൊറ്റ ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിനെ സൂക്ഷ്മമായിട്ട് നോക്കി അതിനെ തുരത്താനുള്ള വഴികൾ എന്തായാലും എടുത്തേ പറ്റൂ, അല്ലെങ്കിൽ അത് മൊത്തമായിട്ട് നശിപ്പിക്കും കേട്ടോ.
ചിലപ്പം പോട്ടിംഗ് മിക്സ്ചറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ടാവും. പോട്ടിംഗ് മിക്സ്ചർ നമ്മൾ ഒരുപാട് കാലം ചിലപ്പം പ്ലാന്റ് അങ്ങനെ തന്നെ ഒരേ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ ഈ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസിൽ ഒക്കെ ഇത് കാണുന്നുണ്ട് കേട്ടോ, പച്ചമുളകിലൊക്കെ. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആയിട്ടുള്ളതാണ്, അതായത് ഞാൻ ഈ ഒരു സൊല്യൂഷൻ അടിച്ച് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ. അപ്പം നിങ്ങൾക്ക് ബഗ്സിനെ കാണാൻ പറ്റും, എല്ലാം കറുപ്പ് കളറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഓൾമോസ്റ്റ് അത് ചത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനെ വിശ്വസിക്കാനും പറ്റില്ല, പിറ്റേന്ന് വീണ്ടും വരും. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ മാറി വിചാരിച്ചിട്ട് എല്ലാ പ്ലാന്റിൻ്റെ കൂടെ കൊണ്ട് വെക്കരുത് കേട്ടോ. അതിനെ കുറച്ച് ദിവസം നിരീക്ഷിച്ച് വളരെ ക്ലിയർ ആയി കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ഇങ്ങടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് അപ്പോൾ ആദ്യം ഇങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളൊന്ന് ജസ്റ്റ് വെള്ളം അടിച്ച് ഒന്ന് കഴുകുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളൊന്ന് വെയിലത്ത്, അതായത് ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് വെയിൽ കൊള്ളാനും പാടില്ല, ഇൻഡോർ ആയത് കാരണം. അതിൻ്റെ ചെടി ഇലകൾക്കൊക്കെ ചിലപ്പം പെട്ടെന്ന് നല്ല സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം കേടായി പോകും. അപ്പോൾ ഒരുപാട് സമയം വെയിലത്തൊന്നും വെക്കരുത് കേട്ടോ. അപ്പം ഈ ആ ഒരു സോപ്പ് സൊല്യൂഷൻ ഈ ഒരു ലീഫിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം അടിച്ച് കഴുകുന്നതും. പിന്നെ അതുപോലെ ഒത്തിരി നേരം ഒന്ന് വെയിൽ കൊള്ളിക്കുക, അതായത് നമ്മൾ കുറച്ച് നേരം അതിനടുത്ത് തന്നെ നിൽക്കണം, അതാണ്. അങ്ങനെ വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഒന്ന് കുറച്ച് നേരം കേട്ടോ, ഒരുപാട് സമയം വേണ്ട, ഞാൻ ആദ്യം പറയുന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് നമ്മൾ ഇലകളൊക്കെ വളരെ ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് കണ്ടില്ലേ, ആ മീലി ബഗ് നിന്ന സ്ഥലത്തൊരു വൈറ്റ് സ്പോട്ട് നിങ്ങൾ കണ്ടോ? അപ്പം അത്രയും അത് എഫക്റ്റ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മൊത്തം കുടിച്ച് തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഇത് നോക്കിയിട്ടില്ലെങ്കിലും മൊത്തമായിട്ട് എൻ്റെ ചെടികൾ മൊത്തം കേടായിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതിനെ ഞാനൊന്ന് തുടച്ച് കാണിച്ചു തരാം. ലീഫിലെല്ലാം നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് കാണാൻ പറ്റും, ഒന്നുമില്ല, ചെടികളിൽ മൊത്തം പോയിട്ടുണ്ട്. ഇതിപ്പം മൊത്തമായിട്ട് കുറേ എണ്ണം എഫക്റ്റ് ചെയ്യാത്തത് കാരണമാകും വേഗം രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഇങ്ങനെ അടിച്ചിട്ടും പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച, അതായത് ഇതൊരു തവണ ചെയ്ത് ഒരു 1 വീക്ക് വീക്ഷിക്കുക എന്താവുന്നുണ്ട് സ്ഥിതി, എന്നിട്ട് വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ ഇതേ സംഗതി റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താലേ അത് മൊത്തമായിട്ട് പോകുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ടിഷ്യൂ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ചത്തത് കണ്ടില്ലേ, ഇങ്ങനെ കറുപ്പ് കളറായി, അത് ചത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനിപ്പം എനിക്ക് ഉള്ളിലേക്ക് ഞാൻ വെക്കുന്നില്ല, ഞാൻ കുറച്ച് ദിവസം കൂടി ഒന്ന് നോക്കും. അപ്പം മൊത്തം ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇലകളുടെ അടിയിലും ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ജീവിയും ഇല്ല, എല്ലാം പോയിട്ടുണ്ട്. ഉള്ളിലൊക്കെ സ്റ്റെമ്മിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അതിൻ്റെ അകത്തൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ വീണ്ടും ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.